ഇന്ന് രാവിലെ നമ്മുടെ ഈ ലൈന് രാവിലെ വണ്ടി ഓടാൻ വേണ്ടി 2 ലൈൻ ഇട്ടിരുന്ന് വണ്ടി ഓടുന്നതാണ്. റെയിൽവേ പ്രിപ്പേറിലുള്ളതാണ്. അപ്പോൾ രാവിലെ വണ്ടി ഓടുന്ന പുള്ളി ലൈനിലിട്ട് വണ്ടി ഇട്ടിരുന്ന സമയത്ത് അകത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നു വണ്ടി മുമ്പോട്ട് നീക്കാൻ പറഞ്ഞു. അപ്പോൾ ലൈനിൽ കിടക്കുന്ന വണ്ടിയാണ്, 2 ലൈനായിട്ട് ഓടുന്നത്. വണ്ടി നീക്കാൻ പറഞ്ഞ സമയത്ത് വണ്ടി മുമ്പോട്ട് നീക്കാൻ വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് സെൽഫ് സ്റ്റാർട്ടായില്ല. സ്റ്റാർട്ടായ സമയത്ത് വണ്ടിയുള്ള വണ്ടി എടുക്കാൻ താമസിച്ചുകൊണ്ട് അമ്മയെ തെറി വിളിച്ച സമയത്ത് പുള്ളി ചോദിച്ചു എന്തിനാണ് അങ്ങനെ തെറി വിളിക്കുന്നത് ചോദിച്ചു. തെറി വിളിക്കുന്നത് ചോദിച്ചതും പുള്ളി പെട്ടെന്ന് ചെവിക്കലോക്കി ഒരു അടി കൊടുത്തു. അടിച്ച സാറേ എന്തിനാണ് ആവശ്യമില്ല അടിക്കുന്നത് ചോദിച്ചപ്പോൾ വീണ്ടും ആൾ നെഞ്ചത്ത് ഒരു ചവിട്ട് കൊടുത്തിട്ട് പുള്ളിയെ വലിച്ചകത്തുണ്ടായപ്പോൾ തൊഴിലാളികളും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു. നമുക്ക് ഈ പാർക്കിംഗ് ഫീസ് അടയ്ക്കുന്നപ്പോൾ 4012 ഒരു പ്രതിവർഷം ഒരു തൊഴിലാളി ഇവിടെ റെയിൽവേക്ക് അടച്ചിട്ടാണ് നമ്മൾ വണ്ടി ഓടുന്നത്. അപ്പം ഈ ലൈനിട്ട് വണ്ടി ഓടുന്ന സമയത്ത് ലൈനിൽ ആണ് വണ്ടി ഇടുന്നത്, അല്ല പ്രത്യേകം മാറ്റിയിട്ടിട്ട് വേറെ വല്ല രീതിയിലാണ് അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ശരി അയാൾക്ക് നടപടി എടുക്കാം, അല്ലെങ്കിൽ അയാളെ ആശാസിക്കാം. അതിന് പകരം വന്ന ഒരു ഇതുമില്ല, യാതൊരു പ്രകോപനവും ഇല്ല പുള്ളിയെ അമ്മയെ ചേർത്ത് തെറി വിളിക്കുക, ഈ അടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായ നടപടിയായിപ്പോയി. അശോകൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ്, അയാൾ ഒരു സീനിയർ സിറ്റിസനാണ്, 64 വയസ്സുള്ളൊരു വ്യക്തിയാണ്. ഇത്രയും പ്രായമുള്ളൊരു വ്യക്തിയെ ഈ ഉദ്യോഗസ്ഥൻ വന്ന് ഇങ്ങനെ മർദ്ദിക്കുക എന്നുള്ള വളരെ മോശമായ നടപടിയായിപ്പോയി. അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ശാസിക്കാം, അല്ലെങ്കിൽ നടപടി എടുക്കാം. നമുക്ക് പാർക്ക് അനുഭവിച്ച 2 ലൈനിലാണ്, ആ വീഡിയോ ഉണ്ട്, ആ വീഡിയോ കാണിച്ചു തരാം. ആ 2 ലൈനിൽ കിടക്കുന്ന സ്ഥലത്താണ്, അല്ല മാറ്റിയിട്ടൊരു ക്യാൻവാസ് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തിട്ടതൊന്നുമല്ല, മാർഗ്ഗ തടസ്സമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ ഈ ലൈനിൽ നമുക്ക് അലോഡ് ചെയ്തിട്ടുള്ള ഈ ലൈനിലിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടുന്നത്. അല്ല ആ സമയത്ത് ഏതോ VIP വരുന്നു എന്ന് പറഞ്ഞു. VIP വന്നാലും നമ്മുടെ ലൈനിൽ നമുക്ക് അലോഡ് ഉള്ള സ്ഥലത്തേ വണ്ടി ഇട്ടുള്ളൂ, അല്ല വേറെ മാറ്റിയിട്ടില്ല. ആ സമയത്താണ് വണ്ടി നീക്കാൻ പറഞ്ഞത്. പറ്റിയെന്ന് പറഞ്ഞാൽ വണ്ടി സെൽഫ് ചെയ്തപ്പോൾ സ്റ്റാർട്ടായില്ല. അതിനാണ് ഈ തെറി വിളിച്ച് എന്തിനാ അമ്മയെ ചേർത്ത് തെറി വിളിക്കുന്നത് ചോദിച്ചപ്പോഴത്തേക്ക് കൊണ്ടാൽ മർദ്ദിക്കുകയായിരുന്നു. അല്ല പുള്ളി വന്നു കഴിഞ്ഞാൽ പല സമയത്ത് ഇതുപോലെ പല ഷോ കാണിക്കാറുണ്ട് ഇവിടെ വന്നിട്ട്. കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് അകത്ത് കയറി ക്യാൻവാസ് അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ലൈനിലിട്ട് ഓടുന്നതാണ്. റെയിൽവേക്ക് നമ്മൾ പൈസ അടച്ച് ഓടുന്നവരാണ്. ഏകദേശം ഒന്നാമത് നമ്മൾ ഈ റെയിൽവേയായിട്ട് നമ്മൾ സഹകരിച്ചാണ് പോകുന്നത്. കാര്യം 10-400 വണ്ടിക്ക് പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വണ്ടി ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മൾ പുറത്തോട്ട് മാറ്റിയിട്ടിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ബ്ലോക്ക് ഉണ്ടാക്കാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു അനുസരിച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്.